നമുക്കൊരു മുടി വെട്ടൽ അപാരത കണ്ടാലോ. അപ്പോൾ എൻ്റെ മുടി കുറച്ച് ആഫ്റ്റർ ഡെലിവറി നന്നായിട്ട് കൊഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വെട്ടി സെറ്റാക്കി നോക്കാം. എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല, വീട്ടിൽ തന്നെ ഒന്ന് പാർലറിലൊന്നും ടൈം കിട്ടാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 2 ബണ്ണാണ് അതിന് വേണ്ടത്. അതിനുശേഷം നമുക്ക് നന്നായിട്ട് മുടി ചീപ്പി കൊടുക്കണം. കാരണം കെട്ടോ കാര്യങ്ങളോ ഒന്നും പാടില്ല. കെട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ ആവില്ല, കയറി ഇറങ്ങിയിട്ടൊക്കെ ഇരിക്കും. നമുക്ക് ഫ്രണ്ടിലേക്ക് മുടി ഇട്ടിട്ട് നന്നായിട്ട് ചീവി കൊടുക്കാം, കെട്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞിട്ട്. അതിനുശേഷം നമ്മൾ 2 ബണ്ണ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ 2 ബണ്ണിൻ്റെ ഫസ്റ്റ് ബണ്ണെടുത്തിട്ട് നമ്മൾ മുകളിൽ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എന്താ പറയുക, ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ വെട്ടേണ്ടത് അതിൻ്റെ കുറച്ച് മുകളിലായിട്ട് എന്ത് ചെയ്യുക, ടൈറ്റായിട്ട് വീണ്ടും ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എത്രത്തോളം ആവശ്യമുണ്ടെന്നുള്ളതിൽ നമ്മൾ മുറിച്ചു. അടുത്ത സെക്ഷൻ ഓഫ് മുടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ബാക്ക് നിന്നാണ് എടുക്കേണ്ടത്. സെയിം നേരത്തെ പോലെ തന്നെ അതും ചെയ്യേണ്ടത്. 2 ബണ്ണെടുത്തിട്ട് ടക്കിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എത്രത്തോളം നീളമുണ്ടോ അതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, വേണം നോക്കിയിട്ട് നമ്മൾ അത് എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക. എനിക്ക് കുറച്ച് പാടായിരുന്നു കേട്ടോ കട്ട് ചെയ്യുക എന്നുള്ളത്, കുറച്ചധികം പാടായിരുന്നു. കാരണം എനിക്ക് കുറച്ച് തിക്ക് മുടിയാണ്, എനിക്ക് തിക്ക് അടിയിലേക്ക് എത്തുന്തോറും തിക്ക് കുറവ്, അപ്പോൾ മുകളിലേക്ക് വരുന്തോറും തിക്ക് കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ടിൽ നിന്നായിട്ടാണ് എടുക്കേണ്ടത്. ഇതേപോലെ തന്നെ അതും ചെയ്യേണ്ടത്. 2 സൈഡിലും നമ്മൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ടൈ ചെയ്യണം. നന്നായിട്ട് തന്നെ ടൈ ചെയ്യണം, അല്ലെങ്കിൽ മുടി കെട്ടിയത് ശരിയാവില്ല. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. ഇത് ഞാൻ കുറച്ച് അധികം എന്ത് ചെയ്യുന്നു, കയറ്റിയിട്ടാണ് കെട്ടുന്നത്. അതായത് എനിക്ക് കുറച്ച് നീളം കുറച്ച് വേണം വെട്ടാൻ. അതിനാണ് വീട്ടുകാരറിഞ്ഞാൽ എന്നെ കൊല്ലും, അതെനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അവർ കാണാതെ വാതിലടച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഒരു കല്യാണം കഴിഞ്ഞ് കുട്ടിയുള്ള ജോലിയുള്ള നിനക്കിതൊരു പേടിയാണോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ എന്നാലും ഇതൊക്കെ ഒരു രസമല്ലേ, വീട്ടുകാരെ ഭയപ്പെടുക എന്നുള്ളത്. അപ്പോൾ ഞാനത് നന്നായി വെട്ടിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫൈനലായിട്ട് എൻ്റെ മുടിയുടെ അവസ്ഥ ഇതാണ്. ആദ്യം എൻ്റെ മുടി നന്നായിട്ട് കോല് പോലെ ആയിരുന്നു, അടിയിൽ നല്ല കോലായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഡിഫറൻസ് എത്രത്തോളം ഉണ്ട്.